വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതകത്തിൽ ആശുപത്രിയിൽ കഴിയുന്ന പ്രതി അഫാനെ ഇന്ന് വീണ്ടും ചോദ്യം ചെയ്യും. അഫാന്റെ ആരോഗ്യനിലയിൽ പുരോഗതിയുണ്ടെങ്കിലും ഇന്നുകൂടി ആശുപത്രിയിൽ തുടരുമെന്നാണ് വിവരം. അഫാനെ കസ്റ്റഡിയിലെടുത്ത് വിശദമായി ചോദ്യം ചെയ്താൽ മാത്രമേ കൊലപാതക കാരണത്തെക്കുറിച്ച് കൂടുതൽ വ്യക്തത ലഭിക്കൂവെന്നാണ് പോലീസ് പറയുന്നത്. പരിക്കേറ്റ ഗോകുലം മെഡിക്കൽ കോളേജിൽ കഴിയുന്ന അഫാന്റെ ഉമ്മ ഷെമിയുടെ ആരോഗ്യനില തൃപ്തികരമാണ്. ഉമ്മയുടെ മൊഴിയെടുത്ത് സംഭവത്തിൽ കൂടുതൽ വ്യക്തത വരുത്താനാണ് പോലീസിന്റെ ശ്രമം. ഗൾഫിലുള്ള ബാപ്പയുടെ കടം തീർക്കാൻ പണം തരാത്തതിന്റെ പ്രതികാരമായാണ് ബന്ധുക്കളെ കൊന്നത് എന്നായിരുന്നു അഫാൻ നേരത്തെ നൽകിയ മൊഴി. ഈ മൊഴിക്കപ്പുറം രണ്ടാം ദിവസം അന്വേഷണം അഫാന്റെ ഇടപാടുകളെ ചുറ്റിപ്പറ്റിയാണ്. കോളേജ് പഠനം പൂർത്തിയാക്കാത്ത അഫാന് ഒരുപാട് സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടെന്നാണ് ഇതുവരെയുള്ള വിവരം. നിത്യച്ചെലവിന് പോലും പലരെയും ആശ്രയിക്കുന്നു. ബന്ധുക്കളോടെല്ലാം ആവശ്യപ്പെട്ട പണം എന്തിനു വേണ്ടിയാണ് എന്ന് കണ്ടെത്താനുള്ള നീക്കത്തിലാണ് പോലീസ്. സ്ഥിര ജോലിയും വരുമാനവുമില്ലെങ്കിലും പുതിയ മൊബൈൽ ഫോൺ വാങ്ങുന്നതിലും ബൈക്കിൽ കറങ്ങി നടക്കുന്നതിലുമായിരുന്നു അഫാന് താൽപ്പര്യം. 7 വർഷമായി നാട്ടിൽ വരാൻ പോലും കഴിയാത്ത സാമ്പത്തിക ബാധ്യത പിതാവ് അബ്ദുൾ റഹീമിനുണ്ടായിരുന്നു. എങ്കിലും ആഡംബര ജീവിതത്തിൽ അഫാൻ ഒരു കുറവും വരുത്തിയിട്ടില്ല. ഒടുവിൽ ഉപയോഗിച്ചിരുന്ന ബൈക്ക് വാങ്ങിയത് 6 മാസം മുൻപാണ്. രാത്രിയിലായിരുന്നു അധികവും ബൈക്ക് യാത്രകൾ. അയൽക്കാരുമായുള്ള ബന്ധം ഒരു കൈവീശലിൽ മാത്രം ഒതുങ്ങും. പഠനം നിർത്തിയപ്പോൾ പിതാവിനെ ഗൾഫിലെ ബിസിനസ്സിൽ സഹായിക്കാൻ പദ്ധതിയിട്ടിരുന്നു. എന്നാൽ ബിസിനസ് തകർന്നതോടെ ആ വഴിയും അടഞ്ഞു. സ്വന്തമായി വരുമാനമാർഗമില്ലാത്തതിന്റെ നിരാശ അഫാനുണ്ടായിരുന്നു. കൂട്ടക്കൊലയ്ക്ക് ശേഷം എലിവിഷൻ കഴിച്ച് ആത്മഹത്യക്ക് ശ്രമിച്ച അഫാൻ ആദ്യമായി ഈ ശ്രമം നടത്തുന്നത് 8 വർഷം മുൻപാണ്. ആവശ്യപ്പെട്ട മൊബൈൽ ഫോൺ വാങ്ങിക്കൊടുക്കാൻ മാതാപിതാക്കൾ വിസമ്മതിച്ചതോടെയായിരുന്നു ഇത്. അന്ന് ആശുപത്രിയിലെത്തിച്ചാണ് രക്ഷപ്പെടുത്തിയത്. 6 മണിക്കൂർ കൊണ്ട് 75 കിലോമീറ്ററിലധികം സഞ്ചരിച്ചാണ് അഫാൻ 5 പേരുടെ ജീവനെടുത്തത്. കൊലയ്ക്ക് ശേഷം പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങി അഫാൻ പറഞ്ഞ സാമ്പത്തിക ബുദ്ധിമുട്ട് എന്നത് ശരിയാണ് എന്നാണ് ഇതുവരെയുള്ള നിഗമനങ്ങളിൽ നിന്ന് പോലീസിന് വ്യക്തമായിരിക്കുന്നത്. വിദേശത്തുള്ള പിതാവിന്റെ ബിസിനസ് 8 വർഷമായി തകർച്ചയിലാണ്. നാട്ടിലേക്ക് വരാൻ സാധിക്കുന്നില്ല. ബന്ധുക്കളടക്കം പലരോടും കടം വാങ്ങിയിട്ടുണ്ട്. പലരും പലതവണയായി തിരിച്ചു ചോദിക്കുകയും കുറ്റപ്പെടുത്തുകയും ചെയ്തത് വിഷമമായി. ഇഷ്ടപ്രകാരമുള്ള അഫാന്റെ ജീവിതത്തിന് പലപ്പോഴും പണം ലഭിച്ചിരുന്നില്ല. ബൈക്കിൽ പെട്രോൾ അടിക്കാൻ പോലും പണമില്ലാതെ വിഷമിച്ചു. സാമ്പത്തികവും ജോലിയുമില്ലാതെ ഫർസാനയെ വിവാഹം കഴിക്കാനാവില്ലെന്ന് ബന്ധുക്കൾ നിലപാടെടുത്തു. ഇതോടെ ഇങ്ങനെ മുന്നോട്ടു പോയാൽ സ്വപ്നം കണ്ട ജീവിതം യാഥാർത്ഥ്യമാകില്ലെന്ന് അഫാന് തോന്നി തുടങ്ങി. പിതാവിന്റെയും മാതാവിന്റെയും ബന്ധുക്കൾ സഹായിക്കാത്തതാണ് സാമ്പത്തിക ബുദ്ധിമുട്ടിൽ നിന്ന് കരകയറാൻ തടസ്സമെന്ന ചിന്ത വൈരാഗ്യത്തിന് കാരണമായി. ഇതിനിടെ കൊല നടന്ന ദിവസം രാവിലെ 2000 രൂപ ഉമ്മയോട് ചോദിച്ചപ്പോൾ വീട്ടിൽ ഉണ്ടായിരുന്നില്ല. ഇതേ ചൊല്ലിയുണ്ടായ തർക്കമാണ് പെട്ടെന്നുള്ള പ്രകോപനം. സാമ്പത്തിക ബുദ്ധിമുട്ടിന്റെ പേരിൽ അരുങ്കുലിയിലേക്ക് നയിച്ച മാനസിക നില വിദഗ്ധ ഡോക്ടർമാരുടെ സഹായത്തോടെ പരിശോധിക്കാൻ പോലീസ് ആലോചിക്കുന്നുണ്ട്. ആദ്യ 3 കൊലപാതകം നടത്തിയ ശേഷം ക്ഷീണം മാറ്റാനായി ബാറിൽ കയറി പ്രതി മദ്യപിച്ചിരുന്നതായും പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. ബാറിലെ മദ്യപാനത്തിന് ശേഷം വീട്ടിലെത്തി കൊലപ്പെടുത്തിയത് 2 പേരെ. ഇത്രയും മണിക്കൂറുകളുടെ ഇടവേളകളിൽ ഉറ്റ ബന്ധുക്കളെ കൊലപ്പെടുത്തുകയും അതിന്റെ പശ്ചാത്താപമില്ലാതെ ബാറിൽ കയറി മദ്യപിക്കുകയും പിന്നീട് വീണ്ടും അരുംകൊലകൾ നടത്തുകയും ചെയ്യുന്ന രീതി മുൻപ് കേട്ടിട്ടില്ലാത്തതാണ് എന്നാണ് പോലീസ് പോലും പറയുന്നത്. അഫാൻ ലഹരി ഉപയോഗിച്ചിരുന്നോ എന്ന് ഉറപ്പിക്കലാണ് കേസിൽ ഇനി നിർണായകം. അതിക്രൂരമായി ചുറ്റികയുമായി ഓടി നടന്ന് ഏറ്റവും പ്രിയപ്പെട്ടവരെ കൊല്ലുന്ന മാനസിക നിലയിലേക്ക് എങ്ങനെ അഫാൻ എത്തിയെന്നാണ് അറിയേണ്ടത്. അഫാന്റെ രക്തപരിശോധനാ ഫലമാണ് പ്രധാനം. കൊലപാതക പരമ്പര പൂർത്തിയാക്കിയ ശേഷം അഫാൻ പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങാൻ പോയത് പരിചയമുള്ള ശ്രീജിത്തിന്റെ ഓട്ടോയിലാണ്. അഫാന് ഒരു കൂസലും ഉണ്ടായിരുന്നില്ല എന്ന് ശ്രീജിത്ത് പറയുന്നു. കൊലപാതകത്തിന്റെ കാരണമടക്കം എല്ലാം അറിയുന്നത് പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന ഉമ്മയ്ക്ക് മാത്രമാണ്. പക്ഷേ ചികിത്സയിലായതിനാൽ ഉമ്മയുടെ മൊഴിയെടുക്കാനായിട്ടില്ല. ഇനി കാര്യങ്ങൾ പറയേണ്ട ഏക വ്യക്തി അഫാനാണ്. ആശുപത്രിയിലെ ചികിത്സ പൂർത്തിയാക്കിയ ശേഷം കസ്റ്റഡിയിലെടുത്ത് അഫാനെ ചോദ്യം ചെയ്താൽ മാത്രമാകും കേരളം നടുങ്ങിയ കൂട്ടക്കൊലയിലെ ചുരുളഴിയൂ. അതിനിടെ പെൺസുഹൃത്തിനെ കൊലപ്പെടുത്താനായി സഹോദരനെ വീട്ടിൽ നിന്നും മനഃപൂർവ്വം അഫാൻ മാറ്റിയതാണ് എന്ന സംശയത്തിലാണ് പോലീസ്. ഭക്ഷണം വാങ്ങാൻ അയച്ചത് മുൻകൂട്ടി തയ്യാറാക്കിയ പ്ലാനാണ് എന്നും സംശയമുണ്ട്. സഹോദരൻ വെഞ്ഞാറമൂട്ടിലെ സഹർ അൽ മന്തി എന്ന കടയിൽ ഭക്ഷണം വാങ്ങാൻ എത്തുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. വൈകിട്ട് 4 മണിക്ക് അഫ്സാൻ ഓട്ടോറിക്ഷയിൽ ഭക്ഷണം വാങ്ങാൻ എത്തുന്നു. ഭക്ഷണം വാങ്ങിയ ശേഷം അരമണിക്കൂറോളം കാത്തുനിൽക്കുന്നതും ദൃശ്യങ്ങളിലുണ്ട്. വൈകിട്ട് 4 മണിക്കും 5:30-ക്കും ഇടയിലാണ് അഫ്സാന്റെയും ഫർസാനയുടെയും കൊലപാതകം നടക്കുന്നത്.
അതുകൊണ്ട് തന്നെ വീട്ടിൽ നിന്ന് സഹോദരനെ മാറ്റുന്നത് അഫാന്റെ പ്ലാനായിരുന്നുവെന്നാണ് പോലീസിന്റെ നിഗമനം. പേരുമലയിലെ വീട്ടിൽ നിന്നും പേരുമല ജംഗ്ഷൻ വരെ അഫാൻ അഫ്സാനെ ബൈക്കിൽ കൊണ്ടുവരുന്നു. അവിടെ വെച്ച് ഓട്ടോറിക്ഷയിൽ കയറ്റി ഭക്ഷണം വാങ്ങാനായി വെഞ്ഞാറമൂടുള്ള കടയിലേക്ക് വിടുന്നു. അഫ്സാനെ പറഞ്ഞു വിട്ടതിന് ശേഷമാകാം ഫർസാനിയെ കൊലപ്പെടുത്തിയത് എന്നാണ് കരുതുന്നത്. പിന്നീട് അഫ്സാനെയും കൊലപ്പെടുത്തിയെന്നാണ് പോലീസിന്റെ നിഗമനം.